സാർ, പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. അവിടെ കഴിഞ്ഞ വർഷം 170 ഭീകരാക്രമണങ്ങളാണ് ബലൂചിസ്ഥാനിലുണ്ടായിരുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് അവിടെ ഭീകരാക്രമണം ഉണ്ടായിരിക്കുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA ആണ് നടത്തിയിരിക്കുന്നത്. 151 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതായത് നിരന്തരം പാകിസ്ഥാൻ ഗവൺമെൻറ്റുമായി കലഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി BLA. ധാതുസമ്പന്നമായ പ്രദേശമാണ് ബലൂചിസ്ഥാൻ. അപ്പോൾ അവിടെ നിന്നുള്ള ഈ വിഭവങ്ങളൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ വംശീയമായ പ്രശ്നങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇറാനെ ബന്ധിപ്പിക്കുന്ന റെയിൽ പാത അതുമൊക്കെ ബോംബ് വെച്ചവർ തകർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ആക്രമണത്തിൽ. അപ്പോൾ പാകിസ്ഥാൻ ഇടക്കാലത്ത് നമ്മളെന്തൊക്കെ പറഞ്ഞാൽ അവിടെ ശാന്തമായി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഗവൺമെൻറ്റുകൾ അട്ടിമറിക്കപ്പെട്ടു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇമ്രാൻഖാൻ ജയിലിലേക്ക് പോകുന്ന ആ സമയത്ത് ചില പ്രശ്നങ്ങളുണ്ടായി എന്ന് ഒഴിച്ചാൽ പൊതുവെ ഇപ്പോൾ ശാന്തമായി കണ്ടു. പക്ഷേ വീണ്ടും പാകിസ്ഥാൻ സംഘർഷബാധിതമായി മാറുകയാണ്, പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിലേക്ക് മാറുക. ഈ ചൈനയുടെ ഖാദർ തുറമുഖം ചൈനയുടെ നിയന്ത്രണത്തിലുള്ളതാണ്. അതൊക്കെ ഉള്ള മേഖലയാണ് ഈ ബലൂചിസ്ഥാൻ. ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് പല തരത്തിലുള്ള ജനവിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. പഞ്ചാബ്, സിന്ധ്, ഈ ബലൂചിസ്ഥാൻ, പിന്നെ ഈ പറയുന്ന വേറൊരു പുഷ്തൂൺ മേഖല കൂടിയുണ്ട്. പഠാൻ എന്ന് പറയുന്നത് അതെ അത് ഇവർ അവിടെയുണ്ട്, ഇവിടെയുണ്ട്, വേറൊരു മേഖല കൂടി ഉണ്ട്. അതിൽ ഈ 4 മേദേശങ്ങളായി കിടക്കുന്നതാണ്. അതിൽ അവിടുത്തെ പൊതുവെ അധികാരം കൈമാറുന്ന പഞ്ചാബികളാണ്. പഞ്ചാബിനെ ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗമായിരുന്നു, ഇതെല്ലാം ഇന്ത്യയുടെ ഭാഗമായിരുന്നു, പഞ്ചാബികളാണ്. അപ്പം ഇവർ സിന്ധികൾ ഇവരായിട്ട് ഫൈറ്റ് ഉണ്ട്, ഫൈറ്റ്. ഈ ബേനസീർ ഭൂട്ടോ സുൽഫിക്കർ അലി ഭൂട്ടോ അവരൊക്കെ സിന്ധ് നിന്ന് വരുന്ന ആളുകളാണ്. അപ്പോൾ സിന്ധ് രാഷ്ട്രീയവും പഞ്ചാബി രാഷ്ട്രീയവും തമ്മിൽ അടിയുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ബലൂചിസ്ഥാനൊക്കെതിരെ അവർ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും. ബലൂചിസ്ഥാൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മുമ്പ് നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ് എന്ന് വല്ല അറിയപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അവിടെ ആയിരുന്നു നമ്മുടെ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ്റെയൊക്കെ ഒരു പ്രദേശമാണ്. ഖാൻ അബ്ദുൾ ഗാന്ധി പഠാൻ ഗാന്ധി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അതിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ സമയത്ത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ് ഈ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ്റെ നേതൃത്വത്തിലുള്ള പത്താൻകാർ വളരെ സംയമനത്തോടു കൂടി ബ്രിട്ടീഷുകാരായിരുന്നു എല്ലാത്തരം പീഡനങ്ങളും ഏറ്റുപിടിച്ചു. പത്താൻകാരുടെ ഒരു നീണ്ടു പറഞ്ഞിട്ടുള്ള കാര്യമല്ല സഹനം എന്നുള്ളത്. അവരെ അടിച്ചാൽ അവർ തിരിച്ചടിക്കും. അത്രയും മിലിറ്റൻ്റ് ആയിട്ടുള്ള മാർഷൽ ട്രൈബാണ് ഈ പത്താൻസ്. പക്ഷേ ഗാന്ധിസത്തിൻ്റെ ഒരു സ്വാധീനം കൊണ്ട് അവർ തിരിച്ചടിച്ചത്. ആ ലോകത്ത് അന്ന് ബ്രിട്ടനിലൊക്കെ വലിയ ന്യൂസായതാണ്. ഇപ്പോൾ ഈ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഒരിക്കൽ പോലും ഇന്ത്യ വിട്ടു പോകാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അത് വിഭജനത്തിനെതിരായിരുന്നു. ഈ വിഭജനത്തിന് വേണ്ടി വായിച്ച ബേസിക്കലി ബംഗാളികളാണ്. ഈ ബംഗാളികളാണ് സത്യത്തിൽ ഈ പാകിസ്ഥാൻ വാദം ആദ്യമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത്. പിന്നെ അത് പഞ്ചാബികൾ കൂടി ഏറ്റെടുത്തു. ഇപ്പം ബംഗാളിലെയും പഞ്ചാബിലെ കാര്യം എന്ന് വെച്ചാൽ പകുതി പോപ്പുലേഷൻ ഹിന്ദു, പകുതി പോപ്പുലേഷൻ മുസ്ലിമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവരും ഇത് ഏറ്റെടുത്തു. ഇത് ഹിന്ദു മഹാസഭയും ഇതിനെ അസേർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇന്ത്യ വിഭജിക്കണമെന്നല്ല അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ബംഗാളും ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും ഈസ്റ്റ് പഞ്ചാബും വെസ്റ്റ് പഞ്ചാബും അതിന് രണ്ടായിട്ട് വിഭജിക്കണം. ഈസ്റ്റ് പഞ്ചാബ് എന്ന് വെച്ചാൽ സിഖ് ഹിന്ദു പോപ്പുലേഷനും വെസ്റ്റ് പഞ്ചാബ് പ്രൊഡമിനൻ്റ്ലി മുസ്ലിം പോപ്പുലേഷനാണ് എന്ന് അവരൊരു ആർഗ്യുമെൻ്റ് ഉന്നയിച്ചു. അപ്പോൾ ഈ ബംഗാളികൾ കൊണ്ടുവന്ന ഈ സാധനം പിന്നെ റഹ്മത്ത് അലി എന്നുള്ളൊരു സ്റ്റുഡൻ്റാണ് പാകിസ്ഥാൻ വാദം കൊണ്ടുവരുന്നത്. അത് പഞ്ചാബികളോട് ഏറ്റെടുക്കുന്നു. അത് 35 ആ ഒരു കാലഘട്ടത്തിൽ 30 കാലഘട്ടത്തിലാണ് ജിന്ന ലീഗിൻ്റെ നേതാവായിട്ട് വരുന്നത്. ജിന്ന ആ ഒരു ആർഗ്യുമെൻ്റ് ഉന്നയിക്കുന്നു. 40 വരെ ജിന്നയ്ക്ക് ഒരു പ്രത്യേക രാജ്യം വേണമെന്നില്ലായിരുന്നു. 40 തൊട്ടാണ് ജിന്ന അദ്ദേഹത്തിൻ്റെ ചില ആവശ്യങ്ങളുമായി മുന്നോട്ട് വരുന്നതും. ഇത് പറയുന്ന അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ ചോദിക്കുകയാണ്, അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകണം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം എന്നൊരാഗ്രഹം ഉണ്ടാവും. എങ്ങനെ ഒന്നിൽ ഇവിടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക രാജ്യം ഉണ്ടാക്കി അവിടെ പ്രധാനമന്ത്രിയാകണം, ഇങ്ങനെ ഒരു ആഗ്രഹം? അങ്ങനെ അധികാരം ജനങ്ങളോട് താല്പര്യമില്ല, അധികാരത്തിനും അതേ താല്പര്യമുള്ള ആളായിരുന്നു ജിന്ന. ഹി വാസ് നോട്ട് അറ്റ് ഓൾ എ മുസ്ലിം. പേരിൽ മാത്രം മുഹമ്മദ് അലി ജിന്ന എന്ന് മാത്രമുള്ള ഒരുത്തനായിരുന്നു. ജനങ്ങൾ കൈ കൊടുക്കില്ലായിരുന്നു. ജനങ്ങൾ ഒത്തിട്ട അവൻ്റെ കൈ നമ്മുടെ കൈ പൊല്യൂട്ടറാണ്ടെന്ന് തോന്നിട്ട് പന്നിയിറച്ചി കഴിക്കും, മദ്യം കഴിക്കും, ഇങ്ങനെയൊക്കെയുള്ളൊരു വൃത്തികെട്ടവനാണ് അയാൾ. കല്യാണം കഴിച്ചത് പാസിന്, അത് ഞാനൊരു കുറ്റമായിട്ടൊന്നും പറയുന്നില്ല. പണിക്ക് കല്യാണം കഴിക്കുക അത് അയാൾ നല്ല കാര്യം. അവരുടെ വിശ്വാസം തന്നെ കണ്ടിന്യൂ ചെയ്യാൻ അയാൾ അനുവദിച്ചു. ഞാൻ അയാൾ കാണുന്ന ഒരേ ഒരു ഗുണം അതാണ്. പിന്നെ കല്യാണം കഴിച്ച പാസീനെയാണ്. പിന്നെ അവരെ ഈ ബോംബെ ഡൈങ് അവരുടെ കുടുംബം അയാളെ മക്കളും കൊച്ചുമക്കളും കൂടിയാണ്.
ബോംബെ ഡൈയിങ് കമ്പനി. അതുപോലല്ലേ ഈ പറയുന്ന ബോംബെ ഡൈയിങ്ങിൻ്റെ മുതലാളി ഉണ്ടല്ലോ, അയാൾക്ക് ഭയങ്കര, അയാൾ നമ്മൾ രാജൻപിള്ളേനെയൊക്കെ കൊന്നതിൻ്റെ പിന്നിലെ അയാളാണ്. അയാൾക്ക് ഭയങ്കര സ്വാധീനമാണ്. റിലയൻസ് വെയിറ്റ് എന്തൊരു വാടിയ നമ്മൾ പേര് മറന്നു, ന്യൂസ്ലി വാടിയ. അപ്പം ഇത് ജിന്നയുടെ പരമ്പരപ്പെട്ടതാണ്. അപ്പം മോളോ അങ്ങനെ തോന്നുന്നു. അപ്പം ആ രീതിയിൽ വളരെ സ്വാധീനമുള്ള, പിന്നെ ആ രീതിയിലാണ്. പിന്നെ അയാൾ വേറൊരു ഗുണം, അയാളെ പെങ്ങളുമായിട്ട് ഭയങ്കര ബന്ധം. മരിക്കുന്ന അവസാനിച്ച് പെങ്ങളുടെ മടിയിൽ കിടന്നാണ് അയാൾ മരിക്കുന്നത്. അപ്പം മുഹമ്മദ് അലി ജിന്ന ഇന്ത്യയുടെ കോൺഗ്രസ്സിൽ അന്ന് 1900 ഗാന്ധി വരുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ, ഒരു 1915 കാലഘട്ടത്തിലൊക്കെ കോൺഗ്രസ്സിൽ 2 നേതാക്കന്മാരാണ് പ്രധാനമായിട്ട്, 2 വിഭാഗങ്ങളുടെ. ഒന്ന് ബാലഗംഗാധര തിലകൻ്റെ നേതൃത്വത്തിലുള്ള എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്ന തീവ്രവാദികൾ. അതായത് തീവ്രവാദി എന്ന് പറഞ്ഞാൽ ബോംബെടുത്ത് വെക്കുന്ന ആളുകളല്ല. അവർ തീവ്രവാദം എന്ന് വെച്ചാൽ ഇന്നിവിടെ കോൺഗ്രസും CPM ഒക്കെ കാണിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തെരുവിലിറങ്ങിയിട്ട് നമ്മൾ സമരങ്ങളൊക്കെ ചെയ്യണം. അതായത് വെറുതെ അവർ കത്ത് എഴുതിക്കൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ. ബാലഗംഗാധര തിലക് എന്ന് വെച്ചാൽ പഴയ മിതവാദികളാണ്. അവരെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാരോട് നമുക്ക് അവരുടെ ധാർമ്മികബോധത്തെ നമുക്ക് വിശ്വസിക്കാം, എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങളൊരു പ്രയറായി അവരുടെ മുന്നിൽ അവതരിപ്പിക്കുക, അത് പരിഹരിച്ച് അങ്ങനെ പോലെ സമരമൊക്കെ ചെയ്യണമെന്ന് തോന്നാനാണ് തിലക്. ഇവർക്ക് 2 പേരുടെയും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു മുഹമ്മദ് അലി ജിന്ന. പേരുകൊണ്ട് മാത്രം മുസ്ലിമാണ്, പക്ഷേ ഹി വാസ് നോട്ട് അറ്റ് ഓൾ മുസ്ലിം, പ്രാക്ടീസ് മുസ്ലിം ആയിരുന്നില്ല, നല്ല വക്കീലായിരുന്നു. അങ്ങനെ മൂപ്പര് ഇവർക്ക് ശേഷം ഇന്ത്യയുടെ കോൺഗ്രസ് നേതാവായി വരുമെന്നൊക്കെ വിചാരിച്ച സമയത്താണ് മഹാത്മാഗാന്ധിജി വരുന്നത്. മഹാത്മാഗാന്ധിയാണ് ആദ്യമായിട്ട് കോൺഗ്രസിനെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലെത്തിയത്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ഇംഗ്ലീഷ് സംസാരിക്കുന്ന വലിയ വക്കീലന്മാരൊക്കെ ആയിരുന്നു, കോട്ട് സൂട്ട് നടന്നത്. മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയിലെ സാധാരണക്കാരനെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ 3rd ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് യാത്ര ചെയ്തു. ഇവിടെ ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, പിന്നെ കോൺഗ്രസ് സമ്മേളനത്തിന് ആദ്യമായി അദ്ദേഹം ആദ്യം ചെയ്ത ടോയ്ലറ്റുകൾ ടോയ്ലറ്റില്ലായിരുന്നു കോൺഗ്രസ് സമ്മേളനത്തിൽ, ടോയ്ലറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ്, ടോയ്ലറ്റ് കുത്തിയേക്കൊണ്ടാണ്. അങ്ങനെ ഒരു ഋഷി എന്നുള്ള ഒരു ഫീൽഡിലേക്ക് മഹാത്മാഗാന്ധി വരി. പിന്നെ ചമ്പാരൻ സമരത്തിൽ അദ്ദേഹത്തെ കർഷകർ വിളിച്ചുകൊണ്ട് അദ്ദേഹം 3 സമരങ്ങൾ അടുത്തടുത്ത് പങ്കെടുക്കുകയുണ്ടായി. ഈ 2016 ഈ 2011 2017 കാലഘട്ടത്തിനിടയിൽ. ഒന്ന് ചമ്പാരൻ, ഒന്ന് ഗേദ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക്. 3 സമരങ്ങളും വിജയിക്കില്ല എന്ന് വിചാരിച്ച 3 സമരങ്ങളും ഗാന്ധി സഹനത്തിൻ്റെ ഭാഗത്തിലൂടെ വിജയിപ്പിച്ചെടുത്തു. അപ്പോൾ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഒരു ഋഷിതുല്യനായ ഒരാൾ, വലിയ വക്കീൽ, പക്ഷേ ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പം മഹാത്മാഗാന്ധി പെട്ടെന്ന് കോൺഗ്രസിന് ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി മാറിയപ്പോൾ തിലകിനും ഇഷ്ടമാണ്, അദ്ദേഹത്തിനും ഇഷ്ടമാണ്. പിന്നെ ഗോഖലെക്കും ഇഷ്ടമാണ്. ഇവർ 2 പേരും അടുത്ത പെട്ടെന്ന് മരിക്കുകയും ചെയ്തു. അപ്പോൾ അതോടുകൂടി 1919 ആകുമ്പോഴേ ഗാന്ധി കോൺഗ്രസിന് അനിശ്ചിത നേതാവ്. അങ്ങനെയാണ് ആദ്യമായി സിവിൽ നിസ്സഹകരണ പ്രസ്ഥാനവും ഈ പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനവും പ്ലസ് ഖിലാഫത്ത് പ്രസ്ഥാനവും ഗാന്ധി തുടങ്ങുന്നു. അത് വലിയ മൂവ്മെൻ്റ്. കോൺഗ്രസ്സുകാരും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ആദ്യമായിട്ട് ഒരുമിക്കുന്നു. ആദ്യമായി കോൺഗ്രസ്സിൽ വരുന്നു, സാധാരണക്കാർ. അതോടുകൂടി പിന്നെ ജിന്ന ഇന്ത്യ വിട്ട് പോവുകയാണ്. പിന്നെ എന്തായാലും ലണ്ടനിൽ പോയി. അതിന് മുമ്പിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് അന്നത്തെ മുസ്ലിംസിന് പ്രത്യേക ഇലക്ട്രേറ്റൊക്കെ വന്നു. മൂപ്പര് മുസ്ലിം എന്നല്ലെങ്കിൽ പോലും മൂപ്പര് അതിൽ ഇൻ ദ സെൻസ് പ്രാക്ടീസ് മുസ്ലിം അല്ലെങ്കിൽ പോലും അതിൽ മത്സരിച്ച് അങ്ങനെ ജയിക്കുന്നു. ലണ്ടനിൽ പോയി അവിടുത്തെ പാർലമെൻറ്റിലേക്ക് അങ്ങനെ ജയിക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് 35 മറ്റേ തിരിച്ച് വന്ന് മൂപ്പര് ലീഗിൻ്റെ പ്രസിഡൻ്റ് ആകുന്നു. പക്ഷേ ലീഗിൻ്റെ പിന്നെ ഈ 40 ആയതോടുകൂടിയാണ് മൂപ്പര് കടുപ്പിക്കുന്നത്. മൂപ്പർക്ക് മനസ്സിലായി ഇന്ത്യയിൽ മൂപ്പർക്ക് ഒന്നും ആകാൻ പറ്റില്ല, പാകിസ്ഥാൻ മതം കടുപ്പിക്കുന്നു. നെഹ്റു നെഹ്റുവും പട്ടേലൊക്കെ മൂപ്പരെ ചൊറിഞ്ഞു തുടങ്ങി. അതോടുകൂടി മൂപ്പർക്ക് മനസ്സിലായി. ഗാന്ധി പറഞ്ഞതെന്ന് വെച്ചാൽ അയാൾ പ്രസിഡൻ്റ് ആകാൻ അയാൾ ആഗ്രഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവുകയാണ്, അയാൾ ആയിക്കോട്ടെ, നമുക്ക് വിഭജനം ഒഴിവാക്കാം, അദ്ദേഹത്തിന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ആവണ്ട, വലിയൊരു രാജ്യത്തെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ എന്നോ നെഹ്റുവും പട്ടേലും സമ്മതിച്ചില്ല. പക്ഷേ ഗാന്ധി പറഞ്ഞ ഇവർ കേട്ടിരുന്ന വിഭജനം ഒഴിവാകുമായിരുന്നു. പക്ഷെ അന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു 1940 ശേഷം ഒരു ഡയറക്റ്റ് ആക്ഷൻ ഡേ ഒക്കെ ഉണ്ടായിരുന്നു. അത് പാകിസ്ഥാന് വേണ്ടി 4 കത്തി കൊണ്ട് കുത്തി മേടിക്കും പാകിസ്ഥാൻ എന്ന് മലയാളത്തിൽ അന്ന് കേരളത്തിൽ മുദ്രാവാക്യം വിളിച്ചിട്ട്. അന്ന് ഒരുപാട് സ്ഥലത്ത് കലാപങ്ങളുണ്ടായിരുന്നു, നവകാലിയിൽ, ഉത്തരേന്ത്യയിലൊക്കെ. അന്ന് ഭയങ്കര ഹിന്ദു മുസ്ലിം ഡിവൈഡ് വന്നു. പല സ്ഥലത്തും ഹിന്ദുക്കൾക്കും മുസ്ലിംക്കും ഒരുമിച്ച് താമസിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അതോടുകൂടി ഇനി വിഭജനമല്ലാതെ മറ്റ് വഴിയില്ല. അത് 45 മറ്റും സംഭവിക്കുന്നു, ഡേറ്റ് എക്സാക്ട് വർഷം പോകും എന്ന് ഗാന്ധിജിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഗാന്ധി അവസാനം ഇതിന് സംഭവിച്ചത്. ഇപ്പം അന്ന് വിഭജനം സംഭവിച്ചില്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും അത്രയും അകന്നു പോയിരുന്നു. ബ്രിട്ടീഷുകാരാണ് ഈ പണിയൊക്കെ ഒപ്പിച്ചത്, ഇയാളെ പ്രോത്സാഹിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. അങ്ങനെ ഭയങ്കര അകന്നു പോയിരുന്നു. അപ്പോൾ അകന്നു പോയാൽ അവർ ഇനി ഒരുമിച്ച് ജീവിച്ചാൽ അതിന് വലിയ കലാവായി പോയിരുന്നു. അതുകൊണ്ട് അന്ന് വിഭജനം ഉണ്ടായത് ഒരു കണക്കിന് നന്നായതാണ്. അതുകൊണ്ടാണ് ഗാന്ധി അതിന് സംഭവിച്ചത്. അപ്പോൾ അതാണ് ജിന്ന. അപ്പം ഇദ്ദേഹം അതിനെതിരായിരുന്നു, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പോൾ അവർ കുറേ ആളുകൾ ഈ വിഭജനത്തിൽ താല്പര്യമില്ലാതെ ബോംബെയിൽ സെറ്റിൽ ചെയ്യും. ബോംബെയിൽ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്തു. അതിൽ ചില ആളുകൾ അധോലോക രാജാക്കന്മാരായി വന്നത്. അതിലൊന്നാണ് കരീം ലാല. ബോംബെയിലെ പട്ടാന അധോലോകം ഇങ്ങനെ വന്നതാണ്, കരീം ലാല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം
അവിടെയുള്ള ആളുകൾക്ക് ആ ഒരു പണ്ടേ ഒരു പാകിസ്ഥാൻ ഈ പഞ്ചാബി സ്റ്റേറ്റിനോട് അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. അവർ ഫൈറ്റ് അവരെ നമ്മൾ സപ്പോർട്ടും ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് രാജീവ് ഗാന്ധിൻ്റെ സമയത്ത് നമ്മളവിടെ ബോംബൊക്കെ പിടിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാ സഹായം ചെയ്യുന്ന നമ്മളാണ്. അവർക്ക് അപകടമൊക്കെ പറ്റിയാലും നമ്മളെ മിലിറ്ററിയാണ് അവരെ ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് ഞാൻ പ്രതീക്ഷയാണ് ഈ പറഞ്ഞ ഡോവൽ എന്തെങ്കിലുമൊക്കെ അവിടെ ഒപ്പിക്കും. ഇവിടെയും ഈ പഞ്ചാബിൽ നിന്നുള്ള തൊഴിലാളികൾ അവിടെ ജോലിക്ക് എത്തുന്നു. പഞ്ചാബിൽ നിന്ന് സിന്ധിൽ നിന്നുള്ള തൊഴിലാളികൾ അവിടെ ജോലിക്ക് എത്തുന്നു. അതാണ് പെട്ടെന്നുള്ള പ്രകോപനം, ഈ ആക്രമണത്തിലുള്ള പ്രകോപനം. അല്ല അത് അങ്ങനെ പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, ഈ ബേസിക്കലി പഞ്ചാബികൾ അവിടെ ഒരുപാട് മിനറൽസ് ഉള്ളൊരു പ്രദേശമാണ്. പക്ഷേ അവിടെ ജനങ്ങൾ ഭയങ്കര കഷ്ടപ്പാടാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്, ജനങ്ങൾ കഷ്ടപ്പാട്. പാകിസ്ഥാൻ സ്റ്റേറ്റ് അവരോട് ഭയങ്കര അവഗണന കാണിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രോബ്ലം കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേക രാജ്യമാകണമെന്നുള്ള എന്നാണ് അവരുടെ ആഗ്രഹം. BBC-യിൽ ഞാൻ ഒരു ഡോക്യുമെൻ്ററി, അതിൽ അവിടെ ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ ഒരു ടാങ്കറിൽ വെള്ളം വരും ഈ റെയിൽവേൻ്റെ. അതാണ് ആ ജനങ്ങൾ കുടിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ ഭയങ്കര കഷ്ടപ്പെടില്ല. അവിടുത്തെ ഒരു എലീറ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് ഓക്സ്ഫോർഡ് കുറച്ച് ഭയങ്കര എഡ്യൂക്കേറ്റഡാണ്. പാകിസ്ഥാൻ ഗവൺമെൻറ് റൂത്ത്ലെസ് ആയിട്ടാണ് അവർ അടിച്ചമർത്തുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ കാശ്മീരിൽ നമ്മളെ വട്ടണം ചെയ്യുന്നൊന്നുമല്ല. ഇവരടിച്ചമർത്തുന്നത് വെച്ചാൽ ഓരോ കുടുംബത്തിൽ ഓരോരുത്തരെ കാണാതായി പോവുകയാണ്, ഡിസപ്പിയർഡാണ്. പിന്നെ എവിടെ പോയി അറിയാം, ഒന്നുകളെ ഇവന്മാർ പാകിസ്ഥാൻ സൈന്യം. അപ്പോൾ ഇവർ നമുക്കിട്ട് പണിയുന്നതുകൊണ്ട് ഇടയ്ക്ക് രാജീവ് ഗാന്ധിൻ്റെ സമയത്ത് നമ്മൾ അവർക്ക് ഇട്ട് പണിഞ്ഞിരുന്നു. പിന്നെ രാജീവ് ഗാന്ധി മരിച്ചതിന് ഞാൻ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഡോവലിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇപ്പോൾ നമ്മൾ രണ്ടാമത് പണി തുടങ്ങിയിട്ടുണ്ടാവും. കാരണം നമ്മളോട് ഇനി കളിക്കാൻ നിന്നാൽ പാകിസ്ഥാൻ 4 ആവും. കാശ്മീർ, ഈ സിന്ധ്, പഞ്ചാബ്, പിന്നെ ഈ വന്ന ബലൂചിസ്ഥാൻ. അത് നമ്മളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഡിവൈഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഉണ്ടായിരുന്നു. നമ്മളത് കൃത്യമായി പണി ഡോവൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഈ ഒരു അക്രമത്തിൽ പിന്നെ ഒരു പക്ഷേ നമ്മളാവണമെന്നില്ല. പക്ഷേ നമ്മുടെ സഹായം അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ചില സമയത്ത് ഇവിടെ ചിലതൊക്കെ പൊട്ടിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് അവിടെ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ പൊതുവെ ഇന്ത്യൻ ആയിട്ടുള്ള ആളുകളാണ്. ഇന്ത്യക്കാരെ വലിയ കാര്യം. ആ ഏരിയ തൊട്ട് അഫ്ഗാനിസ്ഥാനിൽ ഈ പുസ്തൂണല്ല, ഈ പറയുന്ന പത്താൻ മേഖല ഇന്ത്യക്കാരോട് വലിയ സ്നേഹമുള്ളതാണ്. അതിന് കാരണം വെച്ചാൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, പിന്നെ അഫ്ഗാനിസ്ഥാനിൽ അവരുടെ ആളുകൾ തന്നെ ഹെഗ്മത്തിയാരൊക്കെ, റബ്ബാനിയൊക്കെ, അവരൊക്കെ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അത് നമ്മളവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കാർ ഭയങ്കര ബഹുമാനം കിട്ടുന്നത്. താലിബാനിസ്റ്റുകൾക്ക് മാത്രമേ നമ്മളെ ഇഷ്ടമില്ലാതുള്ളൂ. കാരണം അവർ പാകിസ്ഥാൻ സ്പോൺസറാണ്.